നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വേദിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി, കൊടുവള്ളി എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. കോഴിക്കോട് ജില്ലയുടെ വടക്കൻ തീരദേശ മേഖല, കടലിന്റെ മക്കളുടെ സ്വന്തം നാടായ പന്തലായനി കൊല്ലം എന്ന പഴയ പേരിലൂടെ പോലും വാണിജ്യ പ്രാധാന്യം വിളിച്ചോതുന്ന കൊയിലാണ്ടി നിയോജക മണ്ഡലം, അറബിക്കടലിന്റെ ഓരം ചേർന്ന് തുറമുഖത്തിന്റെ സാധ്യതകളും മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ തനിമയും സാംസ്കാരിക പൈതൃകവും ഒത്തുചേർന്ന ഈ മണ്ണ് ഇന്ന് വികസനത്തിന്റെ ഒരു പുതിയ അധ്യായം രചിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുതൽ കിഫ്ബി പദ്ധതിയിൽ വെച്ചുകൊണ്ട് തുടങ്ങിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ, വിദ്യാലയങ്ങളാണെങ്കിൽ 8ഓളം വിദ്യാലയങ്ങളുടെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് കിഫ്ബി പദ്ധതിയിലാണ്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, LP സ്കൂൾ അടക്കമുള്ള ബിൽഡിങ്ങുകളാണ് കിഫ്ബി പദ്ധതിയിൽ കൂടെ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന് പറയുമ്പോൾ MLA ഫണ്ട് ഉപയോഗിച്ച്, സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് എത്ര ചെയ്താലും അതിൽ വേണ്ടത്രയും ആവില്ലായിരുന്നു. എന്നാൽ കിഫ്ബി പദ്ധതി വന്നപ്പോൾ നടപ്പിലാക്കാൻ വളരെ ആത്മസംതൃപ്തിയോടെ എല്ലാ MLA മാർക്കും പറയാൻ വേണ്ടി കഴിയും, കിഫ്ബി പദ്ധതിയിൽ കൂടെയാണ് ഇത്രയും വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത്. സ്കൂളുകൾ മാത്രമല്ല, ആശുപത്രികൾ. എൻ്റെ മണ്ഡലത്തിൽ താലൂക്ക് ആശുപത്രിയാണ് ഏറ്റവും വലിയ ആശുപത്രി. താലൂക്ക് ആശുപത്രിയുടെ ബിൽഡിങ് 42 കോടിയാണ് ആശുപത്രിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ബിൽഡിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ടെൻഡർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പാലങ്ങളുണ്ട്, 4ഓളം പാലങ്ങൾക്ക് കിഫ്ബി പദ്ധതിയിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതേപോലെ ഒട്ടനവധി റോഡുകളും ഇപ്പോൾ വരികയാണ് മണ്ഡലത്തിൽ. ഇതെല്ലാം തന്നെ കിഫ്ബി പദ്ധതിയിൽ കൂടെ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടമാണ്. കൊയിലാണ്ടി താലൂക്കിൽ ഉൾപ്പെടുന്ന കൊയിലാണ്ടി, പയ്യോളി എന്നീ 2 മുനിസിപ്പാലിറ്റികളും ചേമശ്ശേരി, ചെങ്ങോട്ടുകാവ്, മൂടാടി, തിക്കോടി എന്നീ 4 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് ഈ നിയോജക മണ്ഡലം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം കേവലം സ്വപ്നങ്ങളല്ല, കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപത്തിലൂടെ യാഥാർത്ഥ്യമാകുന്ന വലിയ പദ്ധതികളാണ് മുഖച്ഛായ മാറ്റിയെഴുതുന്നത്. ഗതാഗത രംഗത്ത് വൻ കുതിച്ചുചാട്ടം, കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം, സാധാരണക്കാരന് മികച്ച ആരോഗ്യ സംരക്ഷണം, പുതിയ തലമുറയ്ക്ക് ലോകോത്തര വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, യുവജനങ്ങൾക്ക് തൊഴിൽ നൈപുണ്യം, ഇങ്ങനെ സമസ്ത മേഖലകളിലും സ്പർശിക്കുന്ന ഒരു സമഗ്ര വികസനമാണ് സംസ്ഥാന സർക്കാരും കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന കിഫ്ബിയും ചേർന്ന് ഇവിടെ സാധ്യമാക്കുന്നത്. എന്തൊക്കെയാണ് കൊയിലാണ്ടിയുടെ തീരങ്ങൾ അലയടിക്കുന്ന ഈ വികസനത്തിന്റെ ആരവങ്ങൾ? വിശദമായി തന്നെ അറിയാം. കൊയിലാണ്ടി പോലുള്ള ഒരു തീരദേശ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒന്നാണ് ഗതാഗത സൗകര്യങ്ങളുടെ വികസനം. മത്സ്യബന്ധന മേഖലയുടെ വളർച്ചയ്ക്കും ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും ജനങ്ങളുടെ ദൈനംദിന യാത്രകൾ സുഗമമാക്കാനും മികച്ച റോഡ് ശൃംഖല കൂടിയേ തീരും. ഈ തിരിച്ചറിവോടെ അഭൂതപൂർവമായ വികസന പ്രവർത്തനങ്ങൾക്കാണ് കൊയിലാണ്ടി സാക്ഷ്യം വഹിക്കുന്നത്. ഇതിൽ പ്രഥമ സ്ഥാനം അർഹിക്കുന്നത് കേരളത്തിന്റെ തീരദേശ മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ തീരദേശ ഹൈവേ തന്നെയാണ്. കോഴിക്കോട് ജില്ലയിലൂടെ കടന്നുപോകുന്ന ഈ പാതയുടെ സിംഹഭാഗവും കൊയിലാണ്ടിയുടെ വികസനത്തിന് മുതൽക്കൂട്ടാകും. വെറും റോഡ് എന്നതിനപ്പുറം ഒരു വികസന ഇടനാഴിയായി ഇത് മാറും. വിവിധ റീച്ചുകളിലായി ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് ഈ പാതയുടെ ഭാഗമായി വരുന്നത്. ഈ ഹൈവേ പൂർണ്ണമാകുമ്പോൾ കൊയിലാണ്ടിയിൽ നിന്നുള്ള യാത്രകൾക്ക് ഇത് വേഗത കൂടും, ചരക്ക് നീക്കം എളുപ്പമാകും, അപകടങ്ങൾ കുറയും, തീരദേശ സൗന്ദര്യം ആസ്വദിക്കാൻ കൂടുതൽ വിനോദസഞ്ചാരികളെത്തും. ഇത് ഈ നാടിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് നൽകുന്ന ഉത്തേജനം വളരെ വലുതായിരിക്കും. തീരദേശ ഹൈവേയുടെ ഭാഗമായും അല്ലാതെയും ഈ മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാകുന്ന പാലങ്ങളുടെ ശൃംഖലയും ശ്രദ്ധേയമാണ്. ചരിത്രപുരുഷനായ കുഞ്ഞാലി മരക്കാരുടെ സ്മരണകൾ തുടിക്കുന്ന കോട്ടയ്ക്കൽ കടവിൽ 49 കോടി രൂപയുടെ ചെലവിൽ നിർമ്മിക്കുന്ന കുഞ്ഞാലി മരക്കാർ പാലം തീരദേശ ഹൈവേയിലെ ഒരു പ്രധാന കണ്ണിയാണ്. കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച ഗതാഗതക്കുരുക്കിന് പേരുകേട്ട
ഏലത്തൂർ കോരപ്പുഴ പാലം 28 കോടി രൂപ ചെലവിൽ പുനർനിർമ്മിച്ച് യാത്രക്കാർക്ക് നൽകിയ ആശ്വാസം വളരെ വലുതാണ്. അതുപോലെ അകാലപ്പുഴയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന അകാലപ്പുഴ പാലം, തോരായിക്കടവ് പാലം, നദേരിക്കടവ് പാലം എന്നിവയുടെ നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുകയാണ്. ഓരോ പാലവും യാഥാർത്ഥ്യമാകുമ്പോൾ അത് ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും, യാത്രയുടെ ദൂരം കുറയ്ക്കും, വികസനത്തിന് പുതിയ വാതായനങ്ങൾ തുറക്കും. ഇനി ട്രെയിൻ യാത്ര സുഗമമാകുമ്പോഴും റോഡ് യാത്രക്കാർക്ക് വലിയ തടസ്സമുണ്ടാക്കിയിരുന്ന റെയിൽവേ ലെവൽ ക്രോസുകളുടെ കാര്യമെടുക്കാം. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പുകൾക്ക് അറുതി വരുത്തിക്കൊണ്ട് മുച്ചുക്കുന്ന്, നെല്ലാടിക്കടവ്, പയ്യോളി എന്നിവിടങ്ങളിൽ റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്കും റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ഭരണാനുമതി നൽകി നിർമ്മാണത്തിനായുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ സമയനഷ്ടം ഒഴിവാക്കുന്നതിനൊപ്പം അപകട സാധ്യതയും ഇല്ലാതാകും. പ്രധാന റോഡുകളുടെ നവീകരണവും ദ്രുതഗതിയിൽ മുന്നേറുകയാണ്. മലയോര മേഖലയെ തീരദേശവുമായി ബന്ധിപ്പിക്കുന്ന പയ്യോളി പേരാമ്പ്ര റോഡ് 42 കോടി രൂപ ചെലവിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിക്കുന്ന പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. അതുപോലെ കൊല്ലം നെല്ലിയാടി മേപ്പയ്യൂർ റോഡിന്റെ നവീകരണത്തിനായി 38 കോടി രൂപയുടെ പദ്ധതിയും പുരോഗമിക്കുന്നു. ഈ റോഡുകളെല്ലാം മികച്ച നിലവാരത്തിൽ പൂർത്തിയാകുന്നതോടെ കൊയിലാണ്ടിയുടെ ഉൾപ്രദേശങ്ങൾ പോലും വികസനത്തിന്റെ പാതയിലെത്തും. ഈ ഗതാഗത വിപ്ലവം കൊയിലാണ്ടിയുടെ ഭാവിയെ മാറ്റിമറിക്കുമെന്നതിൽ സംശയമില്ല. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശുദ്ധമായ കുടിവെള്ളം. എന്നാൽ തീരദേശ മേഖലകളിൽ പലപ്പോഴും ഉപ്പുവെള്ളത്തിന്റെ ഭീഷണിയും ജലക്ഷാമവും രൂക്ഷമാകാറുണ്ട്. കൊയിലാണ്ടിയിലെ ജനങ്ങളും വർഷങ്ങളായി ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്നു. പലപ്പോഴും കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് പല കുടുംബങ്ങളും, പ്രത്യേകിച്ച് സ്ത്രീകൾ, കുടിവെള്ളം ശേഖരിക്കുന്നത്. ആ ദുരിതകാലത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഓരോ വീട്ടിലും പൈപ്പ് ലൈനുകളിലൂടെ ശുദ്ധജലം എത്തിക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണ് സംസ്ഥാന സർക്കാരും കേരള വാട്ടർ അതോറിറ്റിയും കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നത്. 2 ഘട്ടങ്ങളിലായാണ് ഇത് നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 85 കോടി രൂപ ചെലവഴിച്ച് പദ്ധതിയുടെ അടിസ്ഥാന സൗകര്യങ്ങളായ ജലശുദ്ധീകരണശാല, പ്രധാന സംഭരണികൾ, പ്രധാന വിതരണ പൈപ്പ് ലൈനുകൾ എന്നിവയുടെ നിർമ്മാണം പൂർത്തിയാക്കി. അനുവദിച്ച തുകയിൽ 77 കോടിയിലധികം രൂപ ഇതിനകം ചെലവഴിച്ചു എന്നത് ഈ ഘട്ടത്തിന്റെ പൂർത്തീകരണം വ്യക്തമാക്കുന്നു. ഇനി ശുദ്ധീകരിച്ച ജലം ഓരോ മുക്കിലും മൂലയിലുമുള്ള വീടുകളിലേക്ക് എത്തിക്കാനുള്ള വിപുലമായ വിതരണ ശൃംഖല സ്ഥാപിക്കുന്ന 2ാം ഘട്ടം പുരോഗമിക്കുകയാണ്. ഇതിനായി 119 കോടിയിലധികം രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. ഇതിനകം 26 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ ഈ ഘട്ടത്തിൽ പൂർത്തിയായി കഴിഞ്ഞു. അതായത് കൊയിലാണ്ടിയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ വീട്ടുമുറ്റത്ത് ടാപ്പുകളിൽ ശുദ്ധജലം എത്താൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. ജലജന്യ രോഗങ്ങൾ കുറയും. വെള്ളം ശേഖരിക്കാനുള്ള സമയവും അധ്വാനവും ലാഭിക്കാം. ജലജീവൻ മിഷൻ പോലുള്ള ദേശീയ ലക്ഷ്യങ്ങൾക്കൊപ്പം കേരളം എങ്ങനെയാണ് മുന്നേറുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് കൊയിലാണ്ടി കുടിവെള്ള പദ്ധതി. എല്ലാവർക്കും ആരോഗ്യമെന്നത് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ്. സാധാരണക്കാരന് പ്രാപ്യമായതും മികച്ചതുമായ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിൽ സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. കൊയിലാണ്ടിയിലെ ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന വാർത്തകളിലൊന്ന് അവിടുത്തെ താലൂക്ക് ആശുപത്രിയുടെ സമഗ്രമായ നവീകരണമാണ്. പലപ്പോഴും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടി വന്നിരുന്ന ഈ ആശുപത്രിയെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി തലത്തിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യം. ഇതിനായി വാപ്കോസിന്റെ മേൽനോട്ടത്തിൽ 42 കോടി രൂപയുടെ ഒരു വലിയ പദ്ധതിക്ക് സർക്കാർ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ പുതിയ OP ബ്ലോക്കുകൾ, കൂടുതൽ വാർഡുകൾ, ആധുനിക ലാബ്, സ്കാനിംഗ് സൗകര്യങ്ങൾ, ഓപ്പറേഷൻ തിയേറ്ററുകൾ, കൂടുതൽ ഡോക്ടർമാരുടെയും വിദഗ്ധരുടെയും സേവനം എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാകും. ഇതോടെ ചെറിയ അസുഖങ്ങൾക്ക് പോലും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയോ സ്വകാര്യ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ടി വന്നിരുന്ന സാധാരണക്കാരുടെ ബുദ്ധിമുട്ട് ഗണ്യമായി കുറയും. സമയവും പണവും ലാഭിക്കാം. ഏറ്റവും പ്രധാനമായി പ്രാദേശികമായി തന്നെ മികച്ച ചികിത്സ ഉറപ്പാക്കാം. ആധുനിക ജീവിതശൈലിയുടെ ഭാഗമായി വർദ്ധിച്ചു വരുന്ന മറ്റൊരു ആരോഗ്യ പ്രശ്നമാണ് വൃക്ക രോഗങ്ങൾ. ഡയാലിസിസ് ആവശ്യമായി വരുന്ന രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭീമമായ ചികിത്സാ ചെലവ് പല സാധാരണ കുടുംബങ്ങൾക്കും താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് സർക്കാർ ആശുപത്രികളിലും മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളിലും ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള 50 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കിയത്.
കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി 36 കോടിയിലധികം രൂപ ഇതിനകം ഈ പദ്ധതിക്കായി വിനിയോഗിച്ചു. ഇതിന്റെ ഭാഗമായി കൊയിലാണ്ടിയിലും പരിസരങ്ങളിലുമുള്ള രോഗികൾക്ക് സൗജന്യമായോ വളരെ കുറഞ്ഞ നിരക്കിലോ ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമായിട്ടുണ്ട്. ഇത് ആയിരക്കണക്കിന് രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും നൽകുന്ന ആശ്വാസം വാക്കുകൾക്ക് അതീതമാണ്. ഇവയോടൊപ്പം കോവിഡ് പോലുള്ള മഹാമാരികൾ നൽകിയ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഭാവിയിലെ ഏത് പകർച്ചവ്യാധിയെയും നേരിടാൻ നമ്മെ സജ്ജമാക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പദ്ധതിയുടെ പ്രയോജനവും കൊയിലാണ്ടിക്ക് ലഭിക്കും. ഇത് പ്രാദേശിക ആരോഗ്യ സംരക്ഷണ ശൃംഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തും. ഒരു സമൂഹം മുന്നോട്ട് പോകുന്നത് അറിവിലൂടെയും നൈപുണ്യത്തിലൂടെയുമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ തൊഴിൽ പരിശീലന രംഗങ്ങളിൽ സർക്കാർ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കൊയിലാണ്ടിയിലെ വിദ്യാലയങ്ങളും പരിശീലന കേന്ദ്രങ്ങളും ഇന്ന് പുതിയൊരു ഉണർവിലാണ്. പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ കിഫ്ബി വഴി കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. വിവിധ പദ്ധതികളിലൂടെ കൊയിലാണ്ടി മണ്ഡലത്തിലെ നിരവധി സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങളും ഹൈടെക് ക്ലാസ് മുറികളും ലാബുകളും ലൈബ്രറികളും ലഭിച്ചു. കൈറ്റ്, വാപ്കോസ് തുടങ്ങിയ ഏജൻസികൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു. ഈ മാറ്റം കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനൊപ്പം സ്കൂളിന്റെ മൊത്തത്തിലുള്ള അന്തരീക്ഷം തന്നെ മെച്ചപ്പെടുത്തുന്നു. കൂടാതെ തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പ് കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയും കൊയിലാണ്ടിയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഏറെ പ്രയോജനകരമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സമാനമായ മുന്നേറ്റമുണ്ട്. കോഴിക്കോട് ക്ലസ്റ്റർ ഫേസ് 3 പദ്ധതിയിലൂടെ കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ ജില്ലയിലെ കോളേജുകളിൽ 14 കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. എന്നാൽ അക്കാദമിക് വിദ്യാഭ്യാസത്തിനപ്പുറം തൊഴിൽ നേടാൻ സഹായിക്കുന്ന നൈപുണ്യ വികസനത്തിനും സർക്കാർ വലിയ ഊന്നൽ നൽകുന്നു. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കൊയിലാണ്ടി ഗവൺമെൻറ് ITIയുടെ നവീകരണം. കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസ് വഴി നടപ്പിലാക്കുന്ന 13 കോടി രൂപയുടെ പദ്ധതിയിലൂടെ ഈ ITIയെ ഒരു ആധുനിക തൊഴിൽ പരിശീലന കേന്ദ്രമാക്കി മാറ്റുകയാണ്. ഇതിനകം 5.5 കോടി രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി. പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ട്രെൻഡുകൾ, ആധുനിക മെഷീനുകൾ, മികച്ച ലാബ് സൗകര്യങ്ങൾ, ഇൻഡസ്ട്രി നിലവാരത്തിലുള്ള പരിശീലനം എന്നിവയെല്ലാം ഇവിടെ ഉറപ്പാക്കും. ഇതോടെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് വളരെ വേഗത്തിൽ മികച്ച തൊഴിൽ കണ്ടെത്താൻ സാധിക്കും. മറ്റൊരു ITI നവീകരണ പദ്ധതിയും പരിഗണനയിലുണ്ട് എന്നത് ഈ മേഖലയിലെ സർക്കാർ ശ്രദ്ധ വ്യക്തമാക്കുന്നു. ഇവയ്ക്കെല്ലാം പുറമെ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന KDISCന്റെ വർക്ക് നിയർ ഹോം പദ്ധതി കൊയിലാണ്ടിലെ യുവജനങ്ങൾക്കും പുതിയ തൊഴിൽ സാധ്യതകളുടെ വാതിലുകൾ തുറന്നു നൽകും. പ്രാദേശികമായി തന്നെ നൈപുണ്യം നേടി ആഗോള തൊഴിൽ വിപണിയിൽ മത്സരിക്കാൻ അവരെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം. കേവലം ഒറ്റപ്പെട്ട പദ്ധതികളല്ല കൊയിലാണ്ടി മണ്ഡലത്തിൽ നടന്നു വരുന്നത്, മറിച്ച് ഒരു നാടിൻ്റെ സമഗ്ര വളർച്ച ലക്ഷ്യമിട്ടുള്ള പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു ശൃംഖലയാണ്. തീരദേശത്തിന്റെ സാധ്യതകൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ ഉതകുന്ന ആയിരക്കണക്കിന് കോടിയുടെ തീരദേശ ഹൈവേയും അനുബന്ധ പാലങ്ങളും, യാത്രാക്ലേശത്തിന് അറുതി വരുത്തുന്ന റെയിൽവേ മേൽപ്പാലങ്ങളും നവീകരിച്ച റോഡുകളും ചേർന്ന് കൊയിലാണ്ടി ഒരു ഗതാഗത വിപ്ലവത്തിന് തിരികൊളുത്തുന്നു. ദാഹജലത്തിനായി ഇനി ആരും ബുദ്ധിമുട്ടരുത് എന്ന ദൃഢനിശ്ചയത്തോടെ നടപ്പിലാക്കിയ ബൃഹത്തായ കുടിവെള്ള പദ്ധതി ഓരോ വീട്ടിലും ആശ്വാസം എത്തിക്കുന്നു. സാധാരണക്കാരന് മികച്ച ചികിത്സ ഉറപ്പാക്കുന്ന താലൂക്ക് ആശുപത്രി വികസനവും ഡയാലിസിസ് കേന്ദ്രങ്ങളും ആരോഗ്യരംഗത്ത് വലിയ കാൽവെപ്പാണ്. അറിവിൻ്റെയും നൈപുണ്യത്തിൻ്റെയും ലോകത്തേക്ക് പുതിയ തലമുറയെ കൈപിടിച്ചുയർത്തുന്ന നവീകരിച്ച വിദ്യാലയങ്ങളും ITIകളും നാളെയുടെ വാഗ്ദാനങ്ങളാണ്. ഈ വലിയ മാറ്റങ്ങൾക്കെല്ലാം ഊർജം പകരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഇച്ഛാശക്തിയും കിഫ്ബി എന്ന അതുല്യമായ വികസന മാതൃകയുമാണ്. നമ്മൾ ചർച്ച ചെയ്ത ഓരോ പദ്ധതിയുടെയും പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമുണ്ട്. അതിലേറെ വലിയ സ്വപ്നങ്ങളുണ്ട്. പല പദ്ധതികളും പൂർത്തിയായി, മറ്റു പലതും നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. അവയെല്ലാം യാഥാർത്ഥ്യമാകുന്നതോടെ കൊയിലാണ്ടി വികസനത്തിൻ്റെ പുതിയ ഉയരങ്ങൾ കീഴടക്കും. മെച്ചപ്പെട്ട ജീവിത നിലവാരം, വർദ്ധിച്ച തൊഴിലവസരങ്ങൾ,
സുരക്ഷിതമായ യാത്ര, ആരോഗ്യമുള്ള സമൂഹം, അറിവും നൈപുണ്യവുമുള്ള യുവതലമുറ, ഇതെല്ലാമാണ് ഈ വികസന പ്രവർത്തനങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം. കൊയിലാണ്ടിയുടെ തീരങ്ങളിൽ ഇപ്പോൾ ഉയരുന്നത് വികസനത്തിന്റെ പുതിയ അലകളാണ്. അത് ഈ നാടിനെ ശോഭനമായ ഒരു ഭാവിയിലേക്ക് നയിക്കുമെന്നതിൽ തർക്കമില്ല. വയനാടൻ ചുരത്തിന്റെ കവാടമെന്ന് വിശേഷിപ്പിക്കാവുന്ന വാണിജ്യവും കാർഷിക സംസ്കൃതിയും കൈകോർക്കുന്ന കൊടുവള്ളി നിയോജക മണ്ഡലം, താമരശ്ശേരി താലൂക്കിൽ ഉൾപ്പെടുന്ന കൊടുവള്ളി മുനിസിപ്പാലിറ്റിയും കാട്ടിപ്പാറ, കിഴക്കോത്ത്, നരികുനി, ഓമശ്ശേരി, താമരശ്ശേരി എന്നീ 5 ഗ്രാമപഞ്ചായത്തുകളും കോഴിക്കോട് താലൂക്കിലെ മടവൂർ ഗ്രാമപഞ്ചായത്തും ചേർന്നതാണ് ഈ നിയോജക മണ്ഡലം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ച് കിഫ്ബി എന്ന കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത നൽകുന്ന സംവിധാനവും ചേർന്ന് നടപ്പിലാക്കുന്ന 100 കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് കൊടുവള്ളിയുടെ സിരകളിൽ പുതിയ ഊർജം നിറയ്ക്കുന്നത്. ഗതാഗത രംഗത്ത്, പ്രത്യേകിച്ച് മലയോര മേഖലയുടെ ജീവനാഡിയായ റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണത്തിൽ ഒരു വിപ്ലവം തന്നെയാണ് നടക്കുന്നത്. അതോടൊപ്പം അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നവീകരണം, ഏവർക്കും പ്രാപ്യമായ ആരോഗ്യ സംരക്ഷണം, യുവതലമുറയ്ക്ക് വഴികാട്ടുന്ന നൈപുണ്യ വികസന പദ്ധതികൾ, ഇങ്ങനെ സമഗ്രമായ ഒരു മാറ്റത്തിനാണ് കൊടുവള്ളി സാക്ഷ്യം വഹിക്കുന്നത്. കൊടുവള്ളി നിയോജക മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ സിംഹഭാഗവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലാണ് എന്നതിൽ യാദൃശ്ചികമില്ല. കോഴിക്കോട് നഗരത്തെ വയനാടൻ മലനിരകളുമായി മറ്റ് കിഴക്കൻ പ്രദേശങ്ങളുമായും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഇടനാഴിയാണ് കൊടുവള്ളി. അതുകൊണ്ട് തന്നെ സുഗമവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കേണ്ടത് ഈ നാടിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. വർഷങ്ങളായി ജനങ്ങൾ അനുഭവിച്ചിരിക്കുന്ന യാത്രാ ക്ലേശങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് കിഫ്ബിയുടെ സാമ്പത്തിക പിൻബലത്തോടെ 100 കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് ഈ മണ്ണിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കൊടുവള്ളിയിലെ ജനങ്ങൾ ഏറെക്കാലമായി കാത്തിരുന്ന ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് കൊടുവള്ളി ടൗണിലെ സിറാജ് ഫ്ലൈ ഓവർ. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടിയിരുന്ന കൊടുവള്ളി ടൗണിന് ശ്വാസമെടുക്കാൻ ഈ മേൽപ്പാലം വഴിയൊരുക്കും. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ 54 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചു. നിർമ്മാണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ മേൽപ്പാലം പൂർത്തിയാകുന്നതോടെ ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് ടൗണിലെ തിരക്കിൽപ്പെടാതെ സുഗമമായി യാത്ര ചെയ്യാം. ഇത് യാത്രക്കാരുടെ സമയം ലാഭിക്കുക മാത്രമല്ല, കൊടുവള്ളിയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമാവുകയും ചെയ്യും. ടൗണിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒരു നിർമ്മിതിയായിരിക്കും ഇത്. സമാനമായ രീതിയിൽ താമരശ്ശേരി ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി, പ്രത്യേകിച്ച് ചുങ്കം ജംഗ്ഷനിലെ തിരക്ക് കുറച്ച് യാത്ര സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിക്കുന്ന താമരശ്ശേരി ചുങ്കം ലിങ്ക് റോഡ് പദ്ധതിയും ഏറെ പ്രധാനപ്പെട്ടതാണ്. RBDCKയുടെ തന്നെ മേൽനോട്ടത്തിൽ 74 കോടിയിലധികം രൂപയുടെ ഭരണാനുമതിയാണ് ഈ പദ്ധതിക്ക് ലഭിച്ചിട്ടുള്ളത്. വൈകാതെ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇനി നമുക്ക് കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രധാന റോഡ് നവീകരണ പദ്ധതികളിലേക്ക് വരാം. മലയോര മേഖലയുടെ ജീവനാഡികളായ ഈ റോഡുകൾ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യം. താമരശ്ശേരി വരട്ടിയാക്കൽ റോഡിന്റെ നവീകരണം ഇതിനകം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. 40 കോടിയിലധികം രൂപയുടെ പദ്ധതിയിൽ 32 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി എന്നത് എത്ര വേഗത്തിലാണ് ഈ റോഡ് യാഥാർത്ഥ്യമായത് എന്നതിന് തെളിവാണ്. അതുപോലെ മലയോര ഗ്രാമങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പറപ്പൻപോയിൽ കാരകക്കുന്നത്ത് റോഡ്, REC കൂടത്തായി റോഡ്, മാവൂർ NIT കൊടുവള്ളി റോഡ് എന്നിവയുടെ എല്ലാം നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ റോഡുകളെല്ലാം വെറുതെ ടാർ ചെയ്യുകയല്ല, മറിച്ച് ആവശ്യമായ സ്ഥലങ്ങളിൽ വീതി കൂട്ടി ഓടകളും സംരക്ഷണ ഭിത്തികളും നിർമ്മിച്ച് ആധുനിക നിലവാരത്തിലുള്ള BM&BC ടാറിംഗ് നടത്തിയാണ് നവീകരിക്കുന്നത്. ഇതിനായി കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ മുതൽ മുടക്കിയത്. ഈ റോഡുകളിലൂടെയുള്ള യാത്ര സുരക്ഷിതവും ആയാസരഹിതവുമാകും. ഈ റോഡ് ശൃംഖലയിലെ പൊൻതൂവലാണ് മലയോര ഹൈവേ. സംസ്ഥാനത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ മലയോര മേഖലയിലൂടെ കടന്നു പോകുന്ന ഈ ബൃഹത് പദ്ധതിയുടെ ഒരു പ്രധാന ഭാഗം കൊടുവള്ളി മണ്ഡലത്തിലൂടെയാണ് പോകുന്നത്. തലയാട് മുതൽ
കോടഞ്ചേരി വരെയുള്ള 18 കിലോമീറ്റർ ഭാഗം നിർമ്മിക്കുന്നതിനായി 106 കോടി രൂപയുടെ പദ്ധതിയാണ് പുരോഗമിക്കുന്നത്. ഇതിൽ 15 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ ഇതിനകം പൂർത്തിയായി. ഈ ഹൈവേ യാഥാർത്ഥ്യമാകുന്നതോടെ മലയോര കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിൽ വിപണിയിലെത്തിക്കാൻ സാധിക്കും. ടൂറിസം മേഖലയ്ക്ക് പുതിയ വാതിലുകൾ തുറക്കും. ഗ്രാമീണ മേഖലയുടെ സമഗ്ര വികസനത്തിന് ഇത് വഴിയൊരുക്കും. ചുരുക്കത്തിൽ കൊടുവള്ളി മണ്ഡലത്തിൽ ഗതാഗത രംഗത്ത് നടക്കുന്നത് കേവലം നവീകരണമല്ല, അതൊരു വിപ്ലവം തന്നെയാണ്. ആയിരക്കണക്കിന് കോടിയുടെ ഈ നിക്ഷേപം ഈ നാടിൻ്റെ ഭാവിയെ കൂടുതൽ ശോഭനമാക്കും. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകൾക്ക് എക്കാലത്തും പ്രസക്തിയുണ്ട്. ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയുടെ അളവുകോൽ അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരമാണ്. ഈ തിരിച്ചറിവോടെയാണ് കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നമ്മുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത്. കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ വിദ്യാലയങ്ങളും ഈ വലിയ മാറ്റത്തിന് ഭാഗമാവുകയാണ്. ഒരു കാലത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം പിന്നോക്കം നിന്നിരുന്ന പല സ്കൂളുകളും ഇന്ന് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടങ്ങളോടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. ഇതിന് ഊർജം പകർന്നത് കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയാണ്. വെറും അറ്റകുറ്റപ്പണികളല്ല, മറിച്ച് സമഗ്രമായ ഒരു നവീകരണമാണ്. സ്കൂളുകളെ ക്ലസ്റ്ററുകളായി തിരിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, ഇൻകെൽ തുടങ്ങിയ പ്രമുഖ ഏജൻസികളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഈ പദ്ധതികളിലെല്ലാം കൂടി ഇതിനകം വലിയ തുകയുടെ, അതായത് കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു എന്നത് ഈ രംഗത്തെ വികസനത്തിൻ്റെ വേഗതയും കാര്യക്ഷമതയും വ്യക്തമാക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഈ മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നുണ്ട്. കൊടുവള്ളിയിലെ പ്രധാന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ CHMKM ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ 12 കോടിയിലധികം രൂപയുടെ ഒരു വലിയ പദ്ധതിക്ക് കിഫ്ബി ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ കോളേജിൽ പുതിയ കോഴ്സുകൾ ആരംഭിക്കാനും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകാനും ഗവേഷണ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും സാധിക്കും. കൊടുവള്ളിയിലെയും സമീപ പ്രദേശങ്ങളിലെയും സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനും ഇത് വലിയ സഹായമാകും. ഒരു നാടിൻ്റെ പുരോഗതിക്ക് ആരോഗ്യമുള്ള ജനതയും തൊഴിൽ നൈപുണ്യവും അനിവാര്യമാണ്. ഈ 2 മേഖലകളിലും സംസ്ഥാന സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ കൊടുവള്ളി നിയോജക മണ്ഡലത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. പൊതുജനാരോഗ്യ സംരക്ഷണ രംഗത്ത് ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ പ്രാദേശിക തലത്തിൽ തന്നെ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. കോവിഡ് പോലുള്ള മഹാമാരികൾ നമ്മെ പഠിപ്പിച്ച പാഠം അതാണ്. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ആവശ്യമായ വെന്റിലേറ്റർ, ഓക്സിജൻ സൗകര്യങ്ങളോട് കൂടിയ ആധുനിക ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്നതിനുള്ള ബൃഹത് പദ്ധതി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കിഫ്ബി ധനസഹായത്തോടെ നടപ്പാക്കുന്നു. 236 കോടി രൂപയുടെ ഈ സംസ്ഥാനതല പദ്ധതിയുടെ പ്രയോജനം കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ പ്രധാന സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിനും ലഭിക്കും. പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ രോഗികളെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി സുരക്ഷിതമായി പാർപ്പിച്ച് വിദഗ്ധ ചികിത്സ നൽകാൻ ഈ വാർഡുകൾ സഹായിക്കും. രോഗവ്യാപനം തടയുന്നതിനും ഇത് നിർണായക പങ്ക് വഹിക്കും. ഇത് പ്രാദേശിക ആരോഗ്യ സംവിധാനത്തിന് നൽകുന്ന കരുത്ത് വളരെ വലുതാണ്. യുവതലമുറയുടെ ഭാവിയിലേക്കുള്ള നിക്ഷേപം എന്ന നിലയിൽ തൊഴിൽ നൈപുണ്യ വികസനത്തിന് സർക്കാർ നൽകുന്ന പ്രാധാന്യം നോക്കാം. കേവലം ഒരു സർട്ടിഫിക്കറ്റ് നേടുന്നതിനപ്പുറം ആഗോള തൊഴിൽ വിപണിയിൽ മത്സരിക്കാൻ തക്ക കഴിവുകൾ ആർജിക്കാൻ യുവജനങ്ങളെ സഹായിക്കുക എന്നതാണ് ലക്ഷ്യം. ഈ ലക്ഷ്യത്തോടെ കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ ആവിഷ്കരിച്ച നൂതന പദ്ധതിയാണ് വർക്ക് നിയർ ഹോം. 27.5 കോടി രൂപയുടെ ഈ സംസ്ഥാനതല പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകി പ്രവർത്തനങ്ങൾ ആരംഭിക്കാനിരിക്കുന്നു. കൊടുവള്ളിയിലെ യുവജനങ്ങൾക്കും ഈ പദ്ധതിയുടെ ഗുണഫലങ്ങൾ ലഭിക്കും. എന്താണ് ഈ പദ്ധതി? പ്രാദേശികമായി ഒരുപക്ഷെ പഞ്ചായത്ത് തലത്തിൽ തന്നെ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക,
അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്, ഡാറ്റാ സയൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, ഏറ്റവും പുതിയ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകൾ തുടങ്ങിയ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള പുതിയ കോഴ്സുകൾ പരിശീലനം നൽകും. ഈ പരിശീലനം നേടുന്നവർക്ക് മികച്ച കമ്പനികളിൽ ജോലി നേടാൻ സഹായിക്കുക, അല്ലെങ്കിൽ സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാനോ ഫ്രീലാൻസായി ജോലി ചെയ്യാനോ പ്രാപ്തരാക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വീടിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും സാമ്പത്തിക ഭദ്രത നേടാൻ ഇത് വഴിയൊരുക്കും. കൊടുവള്ളിയിലെ യുവജനങ്ങൾക്ക് ലോകത്തിന്റെ ഏതു കോണിലുമുള്ള തൊഴിലവസരങ്ങൾ നേടാൻ ഇത് സഹായിക്കും. കൊടുവള്ളി നിയോജക മണ്ഡലത്തിലൂടെ നമ്മൾ നടത്തിയ ഈ വികസന യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ കൊടുവള്ളിയുടെ വികസന യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. അത് കൂടുതൽ വേഗതയോടെ, കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കുതിക്കുകയാണ്. ഗതാഗത കുരുക്കിൽ നിന്ന് കൊടുവള്ളി ടൗണിനെ മോചിപ്പിക്കുന്ന സിറാജ് ഫ്ലൈ ഓവർ, മലയോര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്ന മലയോര ഹൈവേയും നവീകരിച്ച റോഡുകളും, അറിവിന്റെ വെളിച്ചം കൂടുതൽ തെളിച്ചത്തോടെ പ്രസരിപ്പിക്കുന്ന ആധുനിക സൗകര്യങ്ങളുള്ള സ്കൂളുകളും കോളേജുകളും, ആരോഗ്യരംഗത്തെ കരുതലും ആശ്വാസവും നൽകുന്ന പദ്ധതികൾ, യുവതലമുറയ്ക്ക് പുതിയ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന നൈപുണ്യ വികസന സംരംഭങ്ങൾ, ഇവയെല്ലാം ചേർന്നൊരുക്കുന്ന ഒരു ശോഭനമായ ഭാവിയാണ് കൊടുവള്ളിയെ കാത്തിരിക്കുന്നത്. ഈ വലിയ മാറ്റങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു ഭരണകൂടവും ആ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത നൽകുന്ന കിഫ്ബി എന്ന വിശ്വസനീയമായ സംവിധാനവുമുണ്ട്. പ്രിയമുള്ളവരെ, 25ാം വാർഷികം ആഘോഷിക്കുന്ന കിഫ്ബിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന CEO ശ്രീ KM എബ്രഹാമിനും അഡീഷണൽ CEO ആയിട്ടുള്ള മിനി മാഡത്തിനും ഷൈല മാഡത്തിനും ഒക്കെ എൻ്റെ ആശംസകൾ നേരുന്നു. അവർ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എടുക്കുന്ന താല്പര്യങ്ങൾക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. നമ്മൾ കണ്ട പദ്ധതികളിൽ ഭൂരിഭാഗവും നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. പലതും പൂർത്തിയായി കഴിഞ്ഞു, ചിലത് തുടങ്ങാൻ തയ്യാറെടുക്കുന്നു. ഇവയെല്ലാം പൂർത്തിയാകുമ്പോൾ കൊടുവള്ളി നിയോജക മണ്ഡലത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ഘടനയിൽ അത് സൃഷ്ടിക്കുന്ന ചലനങ്ങൾ വളരെ വലുതായിരിക്കും. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ, വർദ്ധിച്ചു വരുന്ന തൊഴിലവസരങ്ങൾ, സുരക്ഷിതവും വേഗതയേറിയതുമായ യാത്ര, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, പ്രാപ്യമായ ആരോഗ്യ പരിരക്ഷ, ഇവയെല്ലാം ഓരോ കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരുടെയും ജീവിതത്തിൽ പുരോഗതിയുടെയും സംതൃപ്തിയുടെയും വെളിച്ചം നിറയ്ക്കും. വികസനത്തിൻ്റെ ഈ സ്വർണ്ണത്തിളക്കം കൊടുവള്ളിയുടെ യശസ് ഇനിയും ഉയർത്തുമെന്നതിൽ സംശയമില്ല. വികസന വീതിയിൽ വിജയകേരളം എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.